ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ഓൾ കേരള കെമിസ്റ്റേഴ്സ് ആൻഡ് എക്സ് വടകര ഏരിയ സമ്മേളനം പരിപാടി ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കലാട്ട് ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ്, ആന്റിബയോട്ടിക്സ് മരുന്നുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കോഴിക്കോട് ഇന്റലിജൻസ് ബ്രാഞ്ച് ഡ്രഗ് ഇൻസ്പെക്ടർ ലിജീഷ് വിശദമായി സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാനും കെമിസ്റ്റ് സമൂഹവും എന്ന വിഷയത്തിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ദിനേശ് എ വി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് RT ജയ്ഫർ അധ്യക്ഷത വഹിച്ചു. വടകര ഏരിയ കൺവീനർ ആനന്ദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി ഷാജി റോഷൻ, വ്യാപാരി വ്യവസായി നാരായണ നഗരം പ്രസിഡന്റ് PA ഖാദർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ, ട്രഷറർ ബീരാൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം ഖലീലുർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ ഫാർമസിയിൽ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് യഥേഷ്ടം സാധനങ്ങൾ കിട്ടാനുണ്ട്. കാരണം ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് ഡോക്ടറെ ഇവരെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഫാർമസിയിൽ ഓർഡർ കൊടുക്കുമ്പോൾ ഇത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്ലോഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ കയ്യിൽ ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും സാധനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ഫാർമസിക്കെതിരായി കാലാകാലങ്ങളായി ഓൾ കേരള കെമിസ്റ്റ് ഡ്രഗ്സ് അസോസിയേഷൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മളെ കച്ചവടം പോയി പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ട് വലിയൊരു കോമ്പറ്റീറ്റർ വരുന്നതോ അല്ല ഞങ്ങളെ വിഷയം. ഞങ്ങളെ കൺസേൺ ഇതാണ്. ഇത് നാട്ടിലെ മുഴുവൻ സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്ന വിപത്ത്, പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നത് മുഴുവൻ 25-24 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ്. നമ്മളെ യുവതലമുറയാണ് നാളെ നാട്ടിലേക്ക് വളർന്നു വരേണ്ട, നാട്ടിന് ഉപകാരപ്പെടേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഓൺലൈൻ ഫാർമസിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മളിവിടെ ചെയ്യുന്ന എഫേർട്ടുകൾ മുഴുവൻ വെറുതെയാണ്. ഇതേപോലെ ആഭ്യന്തരമന്ത്രിൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹത്തിനോട് പറയാനുള്ളത്, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ല എന്നാലും ഞാൻ പറയാം, ഈ മെഡിക്കൽ ഷോപ്പുകാരെ ചീത്ത പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകാരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ ഫാർമസിയിൽ എങ്ങനെ മരുന്നുകൾ നാട്ടിൽ വിതരണം ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഫാർമസിയിൽ നിന്ന് എങ്ങനെ സാധനം കിട്ടുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കലും അതിന് തടയിടലും അത് നിർത്തൂല. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു വണ്ടി, ഒരു മോട്ടോർ സൈക്കിൾ ഒരു പയ്യൻ ഓടിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ കൈ കാണിച്ച് അവനൊന്ന് കുറേ സമയം ഒന്ന് വെട്ടിച്ചു പോകാനൊക്കെ നോക്കി അവസാനം പിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ വെറുതെ എൻ്റെ പേഴ്സ് എടുത്ത് നോക്കി. പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ടാബ്ലറ്റ് അതിനകത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു പ്രശ്നം? അത് എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഈ മരുന്നിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് ഞാൻ വെറുതെ അയച്ചു കൊടുത്ത് ഞാൻ ഈ മരുന്ന് എന്തിനു ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇത് നമ്മൾ സാധാരണ ഈ ഡിപ്രഷനൊക്കെ വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന ഈ മയക്കുമരുന്ന് എന്നുള്ളത് നമ്മളൊക്കെ കേൾക്കുന്ന കഞ്ചാവും MDMAയും അല്ലെങ്കിൽ LSDയും ഒക്കെ ആണെങ്കിലും അതിനൊക്കെ വലിയ പൈസയാണ്. അപ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ചിട്ട് മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന വലിയൊരു സംഘം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരുപാട് അവസരങ്ങളിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകളായിരിക്കും ഈ സാധനം അവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ലാതെ, നമ്മൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇല്ലാതെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ 2002 അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2002 ഞാൻ പറയുന്നത്, 24 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സംഭവം പോലീസ് അത്തരത്തിൽ തുടങ്ങേണ്ട ഒരു കാരണം എന്ന് പറയുന്നത്, കോഴിക്കോട് ടൗണിലുള്ള വലിയ സ്കൂളുകളിൽ പഠിക്കുന്ന വലിയ സമ്പന്നരായ കുറേ ആളുകളുടെ മക്കൾ, അതിലൊരു കുട്ടിയെ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വീട്ടിലെത്തിയില്ല. ഉടനെ രക്ഷകർത്താക്കൾ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം.
പോലീസ് സ്റ്റേഷനിൽ പോയ അവസരത്തിൽ പോലീസ് കേസെടുത്തു, അന്വേഷിച്ചു. പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം ഈ കുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് കണ്ടെത്തുക. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം. അങ്ങനെ ഈ കുട്ടിയെ കണ്ടെത്തി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ കുട്ടി പറയുന്നതൊക്കെ എന്തൊക്കെയോ അവരുടെ സംസാരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ വെളിവായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. കാരണം ഈ കുട്ടി ഒരു മയക്കുമരുന്നിന് അടിമയാണ്. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മയക്കുമരുന്നല്ല. സ്പാസ്മോ പ്രോക്സിവൺ എന്ന് പറഞ്ഞാൽ സാധാരണ ചിലപ്പോൾ അറിയില്ല. സ്പാസ്മോ പ്രോക്സിവൺ എന്നാണ് ആ സാധനത്തിൻ്റെ പേര്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? SP എന്നാണ് അതിനെ വിളിക്കുക. അതാരാണ് ഉപയോഗിക്കുക അല്ലേ? നിങ്ങൾക്കറിയാം. ഈ സാധനമാണ് ഈ കുട്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡോസേജ് എങ്ങനെയാണ് അത് നിങ്ങൾക്കറിയാം. ഒരു ദിവസം എനിക്ക് തോന്നുന്നു 1 കയ്യിൽ ഒരു ദിവസം ഒരു ടാബ്ലറ്റൊക്കെ അത്ര അക്യൂട്ടായിട്ടുള്ള അസുഖമുള്ള ഒരാൾ പോലും കഴിക്കുന്ന ഒരു ദിവസം 1 or 2 വാക്സിൻ. പക്ഷേ ഈ കുട്ടി 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു ദിവസം ഉപയോഗിക്കുന്ന 4 or 5 ടാബ്ലറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത്, ഈ കുട്ടിയുടെ വീടിനടുത്ത് പുതിയൊരു താമസക്കാർ വരുവാണ്. വാടകയ്ക്ക് താമസിക്കാൻ വരുവാണ്. അപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ അയൽവാസി ആയതുകൊണ്ട് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ കളിപ്പിക്കാനൊക്കെ പോകും. ആ കളിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ സ്ത്രീ ഒരു ദിവസം ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതായിട്ട് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, ആൻറ്റി ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു മരുന്നാണ് എന്ന് പറഞ്ഞു ആ കുട്ടിയോട്. അപ്പോൾ എനിക്കും സാധാരണ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ മിക്കവാറും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അങ്ങനെ ഈ കുട്ടിക്ക് ഒരു ടാബ്ലറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ശീലമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അവിടുന്ന് താമസം മാറി അവർ പോയി. അവർ പോകാൻ നോക്കിയപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഇത് ചേച്ചി ഈ ആൻറ്റി പോയി കഴിഞ്ഞാൽ എനിക്ക് സാധനം ഇവിടുന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞു, ഞാനൊരു ഫോൺ നമ്പർ തരാം, അയാളെ വിളിച്ചാൽ. അങ്ങനെ ഒരു ഫോൺ നമ്പർ കൊടുത്തു. കോഴിക്കോട് ടൗണിലുള്ള പ്രധാനപ്പെട്ട ഒരു മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു മാഫിയയിലെ ആളുടെ നമ്പറാണ് കൊടുത്തത്. ഈ കുട്ടി ഉടനെ ഈ സാധനം കിട്ടാതിരുന്നപ്പോൾ ചെറിയ പ്രശ്നമൊക്കെ വന്നപ്പോൾ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അതെന്താ തരാം, ഫ്രീ ആയിട്ട്. കുട്ടിക്ക് 1-2 തവണ കൊടുത്തു. പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി രാവിലെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കോഴിക്കോട് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഡ്രസ്സ് മാറും. എന്നിട്ട് യൂണിഫോം മാറ്റിയിട്ട് മൈസൂർ ഭാഗത്ത് റൂട്ടിലുള്ള ഒരു ബസ്സിൽ കയറും. ബാഗ് കൊടുക്കും. സ്കൂൾ ബാഗ് ആയതുകൊണ്ട് ആരും സംശയിക്കുന്നില്ല. അവിടെ പോയിട്ട് കർണാടകയിൽ പോയിട്ട് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കും. ഹോൾസെയിലായിട്ട് ഇവർക്ക് വേണ്ടി കാരിയറായിട്ട് ഈ കുട്ടി പ്രവർത്തിക്കും. വൈകുന്നേരം കൃത്യസമയത്ത് വീട്ടിലെത്തും. സ്കൂൾ വിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ കയറുന്നു, ഡ്രസ്സ് മാറുന്നു, വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇതിൻ്റെ ഒരു ഉപയോഗം കൂടി വന്ന ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ കുട്ടി ഒരു ദിവസം ഇവൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് ടൗണിൽ മാത്രം 69 കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. 69 കുട്ടികൾ. 9ാം ക്ലാസ് 10ാം ക്ലാസ് 11, 12 പഠിക്കുന്ന 69 കുട്ടികൾ. അങ്ങനെ കുറേ കുട്ടികൾ. ഇവളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് ഉണ്ടായിരുന്നു. പോലീസ് ആ കുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ അങ്ങിൽ നിന്ന് രക്ഷകർത്താവ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ ഒന്ന് നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസിലേക്ക് ഒന്ന് വരണം. അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷൻ വിളിച്ചപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത്, സാർ എന്തിനാണ് എന്നെ വിളിച്ചത് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ്, എന്താ എൻ്റെ മകളുടെ വിഷയം അന്വേഷിക്കാനായിരിക്കുമല്ലേ എന്ന് അയാൾ ഇങ്ങോട്ട് ചോദിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവളുടെ സുഹൃത്ത് എന്ന് പറയുന്ന കുട്ടി 4 തവണ അബോർഷന് വിധേയയായി. ചെറിയ കുട്ടിയാണ്. അതുപോലെ അത്രയും എന്താ പറയുക ഭീകരമായ അഡിക്ഷന് വിധേയമായി ഈ കുട്ടി വീട്ടിൽ. അച്ഛൻ ഗതികെട്ടിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നത്, ഈ മരുന്ന് വാങ്ങിച്ചിട്ട് മോളെ കൊണ്ട് കൊടുക്കുന്ന അവസ്ഥയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ദയനീയമായ അവസ്ഥയാണ് ആ അച്ഛൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതിൽ ഒരുപാട് കുട്ടികൾ അതുപോലെ DADC സെൻ്ററിലേക്ക് പോയി. പിന്നീട് ഈ പോലീസ് ഇതിൻ്റെ പുറകെ പോയി കുറേ ആളുകളെ അറസ്റ്റ് ചെയ്തു, ഇതൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിലുള്ള മയക്കുമരുന്ന് വ്യാപനം എന്നുള്ളത് കേവലം ആ ഒരു ഏജ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 15, 16 മുതൽ 25 അല്ലെങ്കിൽ 30 വയസ്സ് താഴെയുള്ള ആളുകൾ. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എനർജറ്റിക്കായ, വൈബ്രൻ്റായ വിഭാഗത്തിൻ്റെ
കയ്യിലാണ് ഈ സാധനമൊക്കെ. അപ്പോൾ അവരൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും നമുക്ക് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ചെറിയൊരു പങ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സാധാരണ ഉള്ള നമ്മൾ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന NDPS ആക്ട് എന്നാണ് പറയുക.